അടുത്തിടെ ഒരു സുഹൃത്ത് ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ജീവിതത്തിലുള്ള ആളാണ്, ടെൻഷന് സങ്കടങ്ങളൊക്കെ അതിജീവിക്കുന്ന ഒരാളാണ്. എനിക്കൊരു വലിയ യാത്ര പോകണം, ഒരുപാട് സ്വപ്നങ്ങൾ കാണണം, മഴ നനയണം, മഞ്ഞ് കൊള്ളണം, പച്ചപ്പിലേക്ക് നോക്കി ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കണം, കുറേ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ ആളിൽ കണ്ണിലൊരു തിളക്കമൊക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര നിരാശയോടെ ആൾ കുനിഞ്ഞ് ഒരു നെടുവീർപ്പോടെ ഇങ്ങനെ ഇരുന്നു. സങ്കടം വന്നു കേട്ടോ. പല ആളുകളും ഇങ്ങനെയാണ്, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നടക്കാതെ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാ ലൈഫിലും അങ്ങനത്തെ മൊമെൻറ്റ്സ് ഉണ്ടല്ലേ. മൈൻഡ്ഫുൾനെസ് എന്നൊരു വാക്കുണ്ട്. നിറഞ്ഞ മനസ്സോടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ സന്തോഷമായിട്ട് ആസ്വദിച്ച് ചെയ്യാനുള്ള മനസ്സിൻ്റെ ഒരു കഴിവാണേ. പെട്ടെന്ന് ഒരു മനുഷ്യന് മൈൻഡ്ഫുൾനെസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. ദീർഘനാളത്തെ മനസ്സിൻ്റെ പ്രാക്ടീസ് തന്നെ വേണം എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. കാടും മഞ്ഞും മലയും കടന്നു പോകുമ്പോൾ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ആത്മസംതൃപ്തി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിക്ക് ലഭിച്ചു തുടങ്ങും. എന്ന് വെച്ച് ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കണ്ട കേട്ടോ. നിരാശയോടെ നെടുവീർപ്പോടെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജീവിതം ആസ്വദിക്കാതെ ഞാൻ കടന്നുപോയി എന്ന ഒരു തോന്നൽ ഒഴിവാക്കി കുറേയൊക്കെ ഹാപ്പിനെസ്സോടെ മുന്നോട്ട് പോകാൻ ഈ ഒരു അവസ്ഥ നമ്മളെ സഹായിക്കും, ഉറപ്പായിട്ടും.